ഈ നോമ്പുണ്ടായിട്ടുണ്ടെങ്കിലേ ആ കിടങ്ങാറാണ്. വെളിച്ചൊക്കെ എണീച്ചിട്ട് എന്തെങ്കിലും തിന്നു കഴിഞ്ഞാൽ പിന്നെ പെരയിൽ നിന്ന് പച്ചവെള്ളം കിട്ടൂല. അങ്ങാടി പോയിട്ട് എന്തെങ്കിലും കുടിക്കാൻ പറ്റുമോ? എന്ത് ചെയ്യുക? നിനക്ക് നോമ്പെടുത്തൂടെ? എന്താ അസൽക്കാ നോമ്പെടുത്തൂടെ? നോമ്പെടുത്തു കഴിഞ്ഞാൽ നിസ്കരിക്കണം. പട്ടിണി കിടന്നിട്ട് എന്താ കാര്യം? നിനക്ക് നിസ്കരിച്ചുകൂടാണ്. അത് ശരി. ഈ 11 മാസം നിസ്കരിക്കാതെ ഈ 1 മാസമായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ എപ്പോഴും നിസ്കരിക്കണം. ബീരാക്കാണല്ലോ വരുന്നത്. നോമ്പ് തുറക്കാൻ വിളിക്കാൻ പറ്റുമെന്നാ തോന്നുന്നത്. കഴിഞ്ഞ വർഷത്തെ എന്തായാലും നോമ്പ് തുറല്ലേ, എന്തൊക്കെ വിഭവങ്ങളായിരുന്നില്ല ആലിക്കുട്ടി. പടച്ചോൻ, ഇവരുണ്ടാളും എന്താ പോലെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. കഴിഞ്ഞ രണ്ടാക്കും നോമ്പുണ്ടില്ല. ഇക്കുറി എന്താ സ്ഥിതി? എനിക്ക് നോമ്പുണ്ട്. എനിക്കില്ല ഇവരൊക്കെ. ഈ ഒരു കാര്യം ചെയ്യേ, വൈകുന്നേരം ആകുമ്പോഴേ എൻ്റെ വീട്ടിൽ പോകാൻ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞല്ലേ നോമ്പില്ലാത്ത കുറെ ആൾക്കാരെ വിളിച്ചിട്ടേ ഇക്കുറി പെണ്ണുങ്ങൾ പറഞ്ഞു നോമ്പില്ലാത്ത ഒരാളെയും വിളിക്കണ്ടെന്ന്. പിന്നെ അത് മാത്രമല്ല, നോമ്പറായതുകൊണ്ടേ വീട്ടിൽ കണ്ടമാനം ആൾക്കാരാണ്. അപ്പം ഞാൻ ഈ മരുന്നൊക്കെ കുടിക്കണോണ്ട് എനിക്ക് നോമ്പെടുക്കാൻ പറ്റൂല. അപ്പോൾ ലേശം ഭക്ഷണം തന്നാണ് പെണ്ണുങ്ങളെ. ആരിക്കുട്ടിയെ അനക്ക് നോമ്പില്ലല്ലോ, എന്നാ കഴിക്കുക. ആരിക്കുട്ടിയെ അനക്ക് നോമ്പില്ലെങ്കിലും ആൾക്കാരോട് നോമ്പില്ല എന്ന് പറയരുത്. ഈ ഒരു കാര്യം ചെയ്യേ, 1 മണിക്കൂർ മുന്നേ എൻ്റെ പെരേക്കുണ്ട് കേട്ടോ. ഈ ബെഞ്ച് കസാരൊക്കെ എടുത്തിട്ട് ഈ പൊയ്ക്കോണ്ടേ. പിന്നെ നോമ്പർ നീനേശേ കുടുംബക്കാരെ കണ്ട് എടുത്തോളൂ, അത് പ്രശ്നമില്ല.